എന്ത് പറ്റിയതാ? വല്ലാണ്ടിരിക്കണ്ടല്ലോ, എന്ത് പറ്റി? അത് പിന്നെ ചേട്ടാ, നാളെ ഉള്ള കല്യാണം. അപ്പൊ നാളെ നമുക്ക് ഒരുമിച്ച് പോടാ. കുറെ കാലമായി ഒരു ബിരിയാണി അയച്ചിട്ട്. വെറും തമാശയായിട്ടാണല്ലോ തോന്നണേ. തമാശല്ലടാ, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. ഞാൻ ആലോചിക്കേ, ആ കുട്ടീനെ ഞാനും കെട്ടിയെങ്കിൽ അവളെ കട്ട പുകയായിരുന്നല്ലേ. അവള് ബുദ്ധിയുള്ള കുട്ടിയടാ. എന്ത് വർത്താനായിട്ടാ പറയണേ? പണി പോലെ വാ. എന്താ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? 10-25 വയസ്സായല്ലേ നിനക്ക്? നീ പ്രായം കൊണ്ട് എന്നിട്ട് നേടി നിന്റെ 10ന്റെ പൈസ എടുക്കാണ്ടാ. നീ ഇപ്പൊ ഒരു ജോലിക്ക് പോണില്ലേ? നിനക്ക് മാസം എത്ര കിട്ടണ്ടാ? അത് പിന്നെ ഒരു 14,000 ഒക്കെ കിട്ടുന്നുണ്ട്. അത്രയൊക്കെ ഉണ്ടല്ലേ? അത് മാസാവസാനം വരെ എത്താറുണ്ടോ? അത് നീ അപ്പോഴേക്കും കടം മേടിക്കാറാണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നോട്. നിന്റെ വീട്ടിലൊരു ഹോസ്പിറ്റൽ കേസ് വന്നു, പെട്ടെന്നൊരു 10,000 ഉറുപ്പിക എടുക്കണം, നിന്റെ എടുക്കണ്ടാവൂടാ? അത് പിന്നെ എവിടെ കടം. കടം വാങ്ങിക്കൂലേ? എന്നിട്ട് ഈ കടം വിട്ടാൻ വേണ്ടിട്ട് നീ ലോൺ എടുക്കും? മര്യാദക്ക് ആദ്യം സ്വന്തം കാലിൽ നിക്കാൻ നോക്ക്, എന്നിട്ട് പോരടാ ഈ പ്രണയം കല്യാണമൊക്കെ. എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ടാകുന്നില്ലേ, എന്താ കഥ എഴുതണമെന്നോ സിനിമ പിടിക്കണമെന്നോ ഡയറക്ഷൻ ചെയ്യണമെന്നൊക്കെ. അതൊന്നും വേണ്ടേ? പോയാ ഈ ആഗ്രഹം മാത്രം ഉണ്ടായ പോരടാ, കുറച്ചൊക്കെ അതിനു വേണ്ടി പ്രയത്നിക്കണം. നിന്റെ ഇപ്പോഴുള്ള ആരോഗ്യവും സമയമൊക്കെ നീ അതിനു വേണ്ടി ചെലവാക്കടാ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതേ നിന്നെ വിഷമിക്കാൻ വേണ്ടിട്ടല്ല, നീ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിട്ടാണ്. നീ പോയിട്ട് ചത്തൊന്നും കളയരുതട്ടാ. ഇപ്പോഴത്തെ പിള്ളേരോടെ എന്തേലും ഒന്ന് കടുപ്പിച്ച് സംസാരിച്ചാ മതി, അപ്പൊ പോയി ചത്ത് കളയും. അതാ എനിക്ക് പേടിയേ. മനസ്സിലായി ചേട്ടാ, ഞാൻ എന്റെ ലക്ഷ്യത്തിന്റെ പിന്നാലെ പോവാണ്ട് കിട്ടാത്ത സ്നേഹത്തിന്റെ പിന്നാലെ പോയത്. നീ നന്നായി ഒന്ന് ആലോചിക്കേ. ഇപ്പോഴൊന്നും അവസാനിച്ചിട്ടില്ല, ടൈമുണ്ട്, അത് പാഴാക്കരുത്.